ടാൻജന്റ് എന്ന ചാപ്റ്ററിലെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നേരെ നോക്കിയിരുന്നോളൂ. ഈ ക്വസ്റ്റ്യനിലെ പെരിമീറ്റർ 24 തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞാല് എല്ലാ സൈഡും ആഡ് ചെയ്യുന്നതിനെയാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇതില് ഈ താഴത്തെ സൈഡ് 7 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് ഒരു ലെങ്ത്തും അറിയില്ല. എ പി അറിയില്ല, എ ആർ അറിയില്ല, ബി പി അറിയില്ല, ബി ക്യു അറിയില്ല, സി ക്യു അറിയില്ല, സി ആർ അറിയില്ല. ചില ആൾക്കാർ പറയും ഇവിടെ 3.5 ഇവിടെ 3.5 ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. കാരണം അത് ഐസോസിലസ് ആണ്. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഇതറിയാത്തത് കൊണ്ട് എന്റെ കൂടെ ചെയ്തോളൂ. ഇവിടെ എത്ര കൊടുക്കുക? എക്സ് കൊടുത്തോളൂ. എക്സ് അവിടെ എക്സ് ആണെങ്കിൽ ഇവിടെയും എക്സ് ആയിരിക്കും. യാതൊരു ഡൗട്ടും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഇവിടെ എക്സ് ആയപ്പോൾ ഇവിടെയും എക്സ് ആയത്? ടാൻജന്റുകൾ എയിൽ നിന്ന് വരയ്ക്കുന്ന ഒരു ടാൻജന്റ് ആയ എ പിയും മറ്റേ ടാൻജന്റ് ആയ എ ആറും ഈക്വൽ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ബി പിക്കും ബി ക്യൂക്കും നമ്മൾ എന്ത് കൊടുക്കും? വൈ വൈ വൈ. എനി ഡൗട്ട്? എനി ഡൗട്ട്? എനി ഡൗട്ട്? അങ്ങനെയാണെങ്കിൽ നീ എക്സും വൈയും സെറ്റും കൊടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും, ചില ആൾക്കാർക്ക് വേറെ പല ലെറ്ററുകളാവും ഇഷ്ടം. അവർക്ക് ഇഷ്ടമുള്ള ലെറ്ററുകൾ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ അല്ലേ? സി ആറും സി ക്യൂനും എന്താ കൊടുക്കുക? സെറ്റ്. ഇവിടെ എന്താ കൊടുക്കുക? സെറ്റ്. നീ ഇവിടെയും സെറ്റ് കൊടുക്കണം എന്നൊന്നും ഇഷ്ടമല്ല. സെറ്റ് തിരിച്ചിട്ട് വേണം എസ് ക്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടം എസ് ഇഷ്ടമുള്ളവര് അങ്ങനെ ഇഷ്ടമുള്ളത് കൊടുക്കാം. പല ആളുകൾക്കും പലതാവും ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. സോ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതിന്റെ പെരിമീറ്റർ എങ്ങനെ കാണും? ഇതിന്റെ പെരിമീറ്റർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്. എത്ര പെരിമീറ്റർ? ഇതിന്റെ പെരിമീറ്റർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് പെരിമീറ്റർ? 24. സോ എങ്ങനെയാണ് ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കാണുക? എല്ലാ സൈഡും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് പെരിമീറ്റർ കിട്ടുക. ഇത് മനസ്സിലായോ ഇല്ലേ? ഈ ലൈന് മനസ്സിലായോ ഇല്ലേ? കാരണം ഈ 2 പ്രാവശ്യം എക്സും ഈ 2 വൈകളും ഈ 2 സെറ്റുകളും ആഡ് പെരിമീറ്റർ കിട്ടുക അല്ലേ? എല്ലാ ലെങ്ത്തുകളും ആഡ് ചെയ്യുമ്പോഴല്ലേ പെരിമീറ്റർ കിട്ടുക. മനസ്സിലായോ? മനസ്സിലായോ? ഇതിലെ എല്ലാ സൈഡുകളും ആഡ് ചെയ്യാ. എക്സും എക്സും ആഡ് ചെയ്താൽ എത്ര? 2x. വൈയും വൈയും ആഡ് ചെയ്താൽ എത്ര വൈ ആണ്? 2y. സെറ്റും സെറ്റും ആഡ് ചെയ്താൽ എത്ര സെറ്റ് ആണ്? 2z. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഭവത്തിന്റെ പേരാണ് എന്ത്? എന്തുകൊണ്ടാണ് ഇവിടെ 24 എഴുതി വെച്ചത്? ഇതിൽ കണ്ണ് തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ ടേമിലും ആരാണ് കോമൺ? എക്സ് ആണോ കോമൺ? എക്സ് ആണോ കോമൺ? 2. സോ വി ക്യാൻ ടേക്ക് ഔട്ട് സൈഡ്. നിങ്ങൾ പെൻസിലോട്ട് എഴുതി വെച്ചോളൂ. എല്ലാ ടേമിലും 2 കോമൺ ആയതുകൊണ്ട് 2നെ നമ്മൾ ഔട്ട് സൈഡിലെടുത്തു. എല്ലാ ടേമിലും 2 കോമൺ ആയതുകൊണ്ട് 2നെ നമ്മൾ ഔട്ട് സൈഡിലെടുക്കുന്നു. ഈ 2x എന്ന് 2 പോയാൽ പിന്നെ ആരാണ് അവിടെ? എക്സ്. ക്ലിയർ ആണോ? 2y 2 പോയാൽ പിന്നെ ആരാണ് അവിടെ? y. 2z 2 പോയ പിന്നെ ആരാണ്? z. സോ ഈക്വൽ ടു 24. നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ഇന്ന് എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് കാണാൻ അറിയാം. എത്ര? 24/2. What is the answer? 12. 24/2. That is the answer. 12. റെഡി ആണോ? മനസ്സിലായോ ഇല്ലേ? എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് 12 ആണ് എന്നുള്ളത് ക്ലിയർ ആണോ? യെസ്. നമ്മൾ എക്സ് എടുത്തത് എന്താണ്? എ പി അല്ലെ? ബി ക്യൂ എടുത്തത് എന്താണ്? വൈ. സി ആർ എടുത്തത് എന്താണ്? സെറ്റ്. അതല്ല ഇപ്പൊ ഇവിടെ കിട്ടിയത്. ഇത് 12 ആണ് എന്നല്ലേ കിട്ടിയത്. പ്രൂഫ് നമ്മൾ അറിയാതെ പ്രൂഫ് ചെയ്യല് കഴിഞ്ഞു. സോ എക്സ് എന്നുള്ള പകരം നമ്മൾ എന്ത് എഴുതണം? എക്സ് എന്താണെന്ന് എഴുതി വെക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ അത് മറ്റാരുമല്ല, ആരാണ്? എ പി ആണ്. വൈ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ബി പി എഴുതാണ്. ഇവിടെ ബി പി അല്ല ബി ക്യു ആണുള്ളത്. അതുകൊണ്ടാണ് ബി ക്യു എഴുതിയത്. ചില
ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, സാർ എന്താ വൈ ബി പി എഴുതാന്ന്? വൈ ഇവിടെ ബി ക്യു അല്ലേ ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ബി ക്യു എഴുതിയത്. സെഡ് ഏതാ എഴുതണ്ട്? സെഡ് ഏതാ എഴുതണ്ട്? സെഡ് രണ്ടെണ്ണം ഉണ്ട്, സി ക്യു ഉണ്ട്, സി ആർ ഉണ്ട്. ഏതാ എഴുതണ്ട്? സി ആർ. സോ ഇത് ആൻസർ 12 ആണെന്ന് കിട്ടിയില്ലേ? വെരി സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്. ഇനി അതിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ. ഇതാണ് എ ക്വസ്റ്റ്യൻ. ഞാൻ ഒന്നും കൂടി പറയാണ്, എ പിയും ബി ക്യൂവും സി ആറും കൂടി ആഡ് ചെയ്തപ്പോ 12 കിട്ടി. അല്ലേ? 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 നിങ്ങൾക്കറിയാം ഇതിലെ കണ്ണ് തുറന്നു നോക്ക്, ഈ എക്സും വൈയും ആഡ് ചെയ്ത് എത്ര? എക്സും വൈയും ആഡ് ചെയ്ത് എത്ര? 7. അങ്ങനെയാണെങ്കിൽ സെറ്റ് എന്തായിരിക്കും? നിങ്ങൾ എഴുതിയത് ഞാൻ ഒന്നും കൂടി എഴുതി തരികയാണ്, എന്നാൽ പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ പെട്ടെന്ന് ഒന്നും കൂടി എഴുതി തരാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ നോക്ക്, എക്സും വൈയും സെറ്റും 12 ആണ്. ഇത് ബുദ്ധിമുട്ടുണ്ടോ? ഇത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എക്സും വൈയും സെറ്റും കൂടി ആഡ് ചെയ്താൽ 12. നീ കണ്ണ് തുറന്ന് നോക്ക്, ഈ എക്സും വൈയും എത്ര? എക്സും വൈയും എത്രയാണ്? 7. മനസ്സിലായോ? ഇതൊന്ന് സെറ്റ് കിട്ടൂലേ? ഇതൊന്ന് സെറ്റ് കിട്ടൂലേ? നിങ്ങളൊന്ന് സെറ്റ് കണ്ടുപിടിച്ച, ഇതൊന്ന് സെറ്റ് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച എത്ര സെറ്റ് കിട്ടുക? എത്ര സെറ്റ് കിട്ടുക? 5 കിട്ടും. സെറ്റ് എത്രയാണ് ക്വസ്റ്റ്യൻ? ക്യൂസി എന്ന് പറഞ്ഞാൽ സെറ്റാ. ക്യൂസി എന്ന് പറഞ്ഞാൽ സെറ്റാ. ക്യൂസി എന്ന് പറഞ്ഞാൽ സെറ്റാണ്. ക്ലിയർ ആണോ? വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ക്യൂസി മുകളിലേക്ക് നോക്ക്, ക്യൂസി എന്ന് പറഞ്ഞാൽ സെറ്റ് അല്ലേ? കണ്ടോ, ക്യൂസി എന്ന് പറഞ്ഞാൽ സെറ്റ് അല്ലേ? സോ വാട്ട് ഈസ് ക്യൂസി? വാട്ട് ഈസ് ക്യൂസി? 5. വെരി ഈസി ആണ്, പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഒരു റഫ് ബുക്കിൽ എഴുതുക, ഒരു പ്രാവശ്യം ചെയ്യുക, വിത്തിൻ 2 minutes.